എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരുന്ത് നമ്മുടെ എല്ലാ പക്ഷികളായിട്ടും ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്നതാണ് പരുന്ത് മഴ പെയ്യുമ്പോൾ മറ്റുള്ള പക്ഷികളൊക്കെ മഴയത്തു നിന്ന് ഒഴിഞ്ഞ് കൂട്ടിലൊക്കെ കയറുമ്പോൾ പരുന്ത് കാർമേഘത്തിന് മുകളിൽ പറന്നിട്ടാണ് അത് മഴേനെ അതിജീവിക്കുന്നത്. കാരണം കാർമേഘത്തിൻ്റെ മുകളിൽ മഴയുണ്ടാവില്ല. നമ്മൾ വിമാനത്തിലൊക്കെ പോകുമ്പോൾ കാർമേഘം നമ്മുടെ വിമാനത്തിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും പുറത്തേക്ക് നോക്കുമ്പോൾ. അപ്പോൾ പരുന്തിൻ്റെ മുട്ട ഒരു കോഴിക്കൂട്ടിൽ വെച്ചിട്ട് അങ്ങനെ അത് വിരിഞ്ഞു. കോഴിയുടെ ഒപ്പം അത് വിരിഞ്ഞു. അതിങ്ങനെ ഈ കോഴിക്കുട്ടികൾ എന്താ ചെയ്യുക, സാധാരണ ചിക്കി പറക്കുക, അധികം പറക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിൽ വിരിഞ്ഞു. ചെറിയ മറ്റുള്ള കോഴിക്കുട്ടികൾ ചെയ്യണ പോലെ ഇതും ചെയ്തു. അങ്ങനെ കോഴിക്കുട്ടികൾ എന്താ ചെയ്യുക, ചിക്കി പറക്കി തിന്ന് അങ്ങനെ നോക്കുമ്പോഴാണ് ആകാശത്തൂടെ പരുന്ത് ഇങ്ങനെ ഗാംഭീരമായിട്ട് ഇങ്ങനെ ചിറകൊക്കെ വിരിച്ച് ഇങ്ങനെ പോവുക. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ തന്നെ പോവുക. അപ്പോൾ മറ്റേ കോഴിക്കുട്ടികൾ പറയുക, അതാണ് പരുന്ത്, നല്ല ഉയരത്തിൽ പറക്കുന്ന, ഭയങ്കര ഗാംഭീരമായി കാർമേഘത്തിന് മുകളിൽ കൂടെയൊക്കെ പറക്കാൻ, മുകളിലേക്കൊക്കെ പോകാൻ പറ്റുന്നതാണ് പരുന്ത് എന്ന് പറയും. കാക്ക പരുന്തിനെ കൊത്താൻ പോകുമ്പോൾ പരുന്ത് തിരിച്ചാക്രമിക്കാറില്ല. കാരണം കാക്കയ്ക്ക് പരുന്തിൻ്റെ ഒപ്പം എത്താൻ പറ്റില്ല എന്ന് പരുന്തിന് നന്നായി അറിയാം. അപ്പോൾ ഈ കോഴിക്കുട്ടികൾ പറയണ മറ്റു കുട്ടികൾ, അത് നീ കാണണ്ട, അതാണ് പരുന്ത്, നന്നായി പറക്കണതാണ്, അതുപോലെ നമുക്ക് പറക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഈ പരുന്തിൻ്റെ കുഞ്ഞിനോടാണ് ഈ പറയണത്. അപ്പോൾ അത് കേട്ടിട്ട് ആ പരുന്തിൻ്റെ കുട്ടി അത് കേട്ടിട്ട് ഇങ്ങനെ കോഴിക്കുട്ടികൾ പോലെ ഇങ്ങനെ ജീവിച്ചു. അതിൻ്റെ കാലം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താ വെച്ചിട്ടാ, നമുക്ക് കുറേ കഴിവുകളുണ്ട്. അത് ചിലർ മറ്റുള്ളവർ പറയണത് നോക്കും, അത് കേട്ട് നിൽക്കും. നമുക്കതല്ല വേണ്ടത്. നല്ല ആൾക്കാരുടെ നല്ല അഭിപ്രായങ്ങളും നല്ല ഉപദേശങ്ങളും മഹാന്മാരുടെ വിജയ കഥകളും, അവർ വെറുതെ അങ്ങോട്ട് വിജയം നേടിയതല്ല. അവർ കാലത്ത് നേരത്തെ എണീക്കുക, അവർ ടൈം ശരിക്കും കറക്റ്റായിട്ട് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയാണ് അവർ വിജയം നേടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മുടെ പരുന്തിൻ്റെ കഥയിലും പഠിക്കാനുള്ളത് വെച്ചാൽ, നമുക്ക് നല്ല ഉപദേശങ്ങൾ നമ്മൾ തേടി അന്വേഷിച്ച് പോവുക വേണം. ഒഴുക്കിന് എതിരെ നീന്താൻ പഠിക്കണം. പരുന്തിൻ്റെ പോലെ മഴ പെയ്യുമ്പോൾ കാർമേഘത്തിന് മുകളിലേക്ക് പറന്ന് കയറാനുള്ള കഴിവ് നമ്മൾ കാണിക്കണം. അതിന് ഒറ്റയ്ക്ക് സഞ്ചരിക്കണം നമ്മൾ. അതാണ് ഇതിന്ന് പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു പാഠം. നമുക്ക് ഒഴുക്കിനെതിരെ നീന്തി പഠിച്ച് നമ്മൾ ലക്ഷ്യത്തിലെത്തണം നമ്മൾ. അല്ലെങ്കിൽ ഒരു വെള്ളത്തിലൊരു ഇല ഇട്ട് കഴിഞ്ഞാൽ ഒഴുക്കിനനുസരിച്ച് നീന്തി അത് വെള്ളം എവിടെ എത്തണമെങ്കിൽ അവിടെ എത്തും. അല്ല, നമുക്ക് പോകേണ്ടത് നേരെ തിരിച്ചാണെങ്കിലോ, ഒഴുക്കിനെതിരെ നീന്തി കയറേണ്ടി വരും. അതിന് കുറച്ച് നമ്മുടെ ശരീരം, കഴിവ്, മനഃശക്തി ഇതൊക്കെ ഉപയോഗിക്കണം, വേണ്ടേ? അപ്പം നമ്മുടെ കുട്ടികൾക്ക് അതാണ് വേണ്ടത്, കഴിവ്. നമ്മുടെ കഴിവ് ഉപയോഗിക്കുക, നമ്മൾ ലക്ഷ്യത്തിലെത്തുക. നമ്മുടെ കഴിവ് നിസ്സാര കഴിവല്ല. സ്വയം നമ്മൾ മോട്ടിവേഷനാവുക, മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ നേടുക, നല്ല നല്ല വഴിയിൽ കൂടെ സഞ്ചരിക്കുക. കുറച്ച് വഴികൾ നമുക്ക് നമ്മുടെ മനസ്സിന് ബലം ഉണ്ടെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തി നമ്മളവിടെ എത്തണം എല്ലാവരും. നന്ദി, നമസ്കാരം.